Oh! വെൽക്കം ടു ചെങ്സ്റ്റേക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ശിവണ്ണ 131 മൂവിയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആസ് ഇറ്റ് വാസ് ഹിസ് ബർത്ത്ഡേ യെസ്റ്റർഡേ. കുറേ അധികം ഇറ്റ് വാസ് ലൈക്ക് ഫുൾ ഫെസ്റ്റിവൽ ആയിരുന്നു അല്ലേ? ലൈക്ക് ആ 24 hours ഇറ്റ് വാസ് ഫുൾ അപ്ഡേറ്റ്. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഫുൾ അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക്സ് ടു പീപ്പിൾ ഓൾസോ ഷെയർ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് അല്ലെങ്കിൽ കിട്ടില്ല. ദോസ് ഇൻഫർമേഷൻ വി വോണ്ട് ഗെറ്റ് ഇറ്റ്. ദിസ് ബിക്കോസ് ഓഫ് യു പീപ്പിൾ വി ആർ ഏബിൾ ടു അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദീസ് മെനി മൂവീസ് ആർ കമ്മിങ് ഫ്രം സാൻഡൽവുഡ്. ആൻഡ് ഓൾസോ ഇതിലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ സംഭവം ഉള്ളേ? അത് സൈലൻസ് ബിഫോർ സ്റ്റോം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പേര് പറഞ്ഞിട്ടില്ല, ശിവണ്ണ 131 തന്നെയാണ്. ശിവണ്ണിയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അച്യുത് കുമാറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. സാം സിയസിന്റെ മ്യൂസിക്. ഡയറക്ടറുടെ പേര് നമുക്ക് അറിയില്ല. കാർത്തിക് അദ്വൈത്. സാം സിയസ് നമ്മളുടെ മലയാളത്തിലൊക്കെ ഒക്കെ ചെയ്ത ആളാണ്. ആൻഡ് അച്യുത് കുമാർ ലൈക്ക് ബിക്കോസ് റൈറ്റ് നൗ ലൈക്ക് നമ്മള് ചിയേഴ്സ് വിത്ത് ചങ്സ് എന്ന് പറയുന്ന ചാനൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അവനെ ശ്രീമന്നാരായണ മൂവി. ബിക്കോസ് വി ആർ വാച്ചിങ് ത്രൂ ഔട്ട് ആ മൂവിനകത്ത് അച്യുത് കുമാറിന് ഭയങ്കര നല്ല റോളും ഉണ്ട്. ആൻഡ് ലൈക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് ആ ഒരു അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ആയിട്ടും. ബിക്കോസ് വി ആർ ലവിങ് ഹിം ഇൻ ദാറ്റ് മൂവി. ഇപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓൾ കന്നഡ മൂവീസ് വി ആർ റിയാക്ടിങ് ഇൻ ദാറ്റ് ചാനൽ. അപ്പൊ അത്രയും നമുക്ക് കാണാം. നേരെ ആ ഒരു ശിവണ്ണ 131 സൈലൻസ് ബിഫോർ സ്റ്റോം കണ്ടു തുടങ്ങാം. റെഡി? എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ടീസർ ഗ്ലിംസ് എന്തെങ്കിലും. ദ ഗോഡ് ഓഫ് മാസ് ശിവണ്ണ 131. ബംഗളൂർ സിറ്റി ആണല്ലോ. വാവ്. അച്യുത് കുമാർ. ಲುಕ್ ಲೈಕ್ ಸಮುದ್ರ. ಐ ವಿಟ್ನೆಸ್ ಅಂತ ಹೇಳ್ರಿ. ನಾನು ಈ ಕಣ್ಣನ್ನು ನೋಡಿದ ಲಾಸ್ಟ್ ವ್ಯಕ್ತಿ ಅವನೇ. ನೋಡಕ್ ಹೆಂಗಿರ್ತಾನ ಅವನು. ನೀವು ಕರ್ನಾಟಕಕ್ಕೆ ಹೊಸಬ್ರು ಅಂತ ಕಾಣುತ್ತೆ. ನಿಮ್ಗೆ ಯಾಕದಲ್ಲ ಕರ್ನಾಟಕಕ್ಕೆ ಬಂದ್ರು ಅವನ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ. ಗಾಡಿಗೆ ಬಂದು ಗಾಡಿ ರಾಜ ಯಾರು ಅಂತ ಮಾತಾಡೋಣ. ಕೇಳಿದ ಕಷ್ಟ ಉತ್ತರ ಕೊಡು. ನೋಡಕ್ ಹೆಂಗಿರ್ತಾನೆ. ನಾನು ಅವನು ಮೊದಲನೇ ಸಲ ನೋಡಿದ್ದು 1995 ಇಸ್ವಿಲಿ. ಅವಾಗ ಅವನಿನ್ನು ಕಾಲೇಜ್ ಸ್ಟೂಡೆಂಟ್. ಕುರ್ಚಲ್ ಗಡ್ಡ, ಕತ್ತಿ ಅಂತ ಕೈ, ತಲೆ ತುಂಬಾ ಕೂದಲು. ಈ ಸಿಂಹಗಳಿಗಿರುತ್ತಲ್ಲ ಹಾಗೆ. ಅವತ್ತೇ ಫಸ್ಟ್ ಟೈಮ್ ಅವತ್ತು ಹೀಗೆ ಮಳೆ ಬರ್ತಾ ಇತ್ತು. ನನಗೆ ಈಗಲೂ ಆ ಕಣ್ಣುಗಳನ್ನು ಮರೆಯೋಕ್ಕಾಗ್ತಾ ಇಲ್ಲ ಸರ್. ಕಣ್ಣಾണ് പറയുന്നത്. ತುಂಬಾ ಪವರ್ಫುಲ್ ಕಣ್ಣುಗಳು. ಪವರ್ಫುಲ್ ಅಂದ್ರೆ ಸರ್ ಅವನ ಕೈ ನಡುತ್ತಾ ಇದೆಯಾ ನೋಡಿ. ಅಷ್ಟು ಪವರ್ಫುಲ್. ಕೈ ವರಕನ್ನು. ಆಮೇಲೆ ನಾನು ನೋಡಿದ್ದು 2005 ಪರಪ್ಪನ ಗ್ರಹದಲ್ಲಿ. ಎಲ್ಲ ರೌಡಿಗಳು ಫೇಕ್ ಕೇಸ್ ಹಾಕಿಸ್ಕೊಂಡು ಅವನು ನೋಡೋಕ್ ಒಳಗಡೆ ಬರ್ತಿದ್ರು. ಹೊರಗೆ ಹೋಗುವಾಗ ಅವನು ಫ್ಯಾನ್ಸ್ ಆಗಿರ್ತಿದ್ರು. ಯಾಕಾಗಲ್ಲ? ಆಗಲ್ಲ ಬಿಡಿ ಸರ್. ಆಗಲ್ಲ. ಸ್ಮಾಲ್ ವೆಪನ್ ಸ್ಮಾಲೆಸ್ಟ್ ಟೈಮ್ ಹಿಡ್ಕೊಂಡಿರೋ ಲಾಂಗ್ ಅನ್ನ ಲಾಂಗೆಸ್ಟ್ ಟೈಮ್ ಹಿಡ್ಕೊಂಡಿರೋ ನೀವು ಅವನು ಹೇಳ್ತೀರಾ. Mysterious character. Dudana.
അങ്ങനെയാണോ കാണിക്കുന്നേ? ആള് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് കാണിക്കുന്നത് ഏകദേശം. മറ്റേ ഗോസ്റ്റിലെ ക്യാരക്ടറൊക്കെ പോലെ ഉണ്ട് ഏകദേശം. ഓ ജോഗിയിലൊക്കെ ലുക്ക് പോലില്ലേ ചെറുതായിട്ട്? ജോഗി ലുക്ക്. ಯಾರಂತ ಗೊತ್ತಾಯ್ತಂತ ಆದ್ರೆ ಯುದ್ಧ ಅಂತ ಗೊತ್ತಿಲ್ಲ. ഒരു ക്രിമിനൽ സംഭവം. പക്ഷെ ജോഗി ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആ വരച്ച ലുക്കില് അല്ലേ? അദ്ദേഹത്തിനെ കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ സമയത്ത് അത് മാത്രല്ല എനിക്കൊന്ന് ചിലപ്പോ അദ്ദേഹത്തിനെ കിട്ടിയിട്ടല്ല അഭിനയിപ്പിക്കാൻ വേണ്ടിട്ട്. പേരിട്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ലൈക്ക് ദേ വോണ്ട് ടു അനൗൺസ് ഇറ്റ് ഓൺ എ സ്പെഷ്യൽ ഡേ. അപ്പൊ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ആ ഒരു സസ്പെൻസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് തന്നെയാണ് അത് റിലീസ് ദിസ് വീഡിയോ. എസ്പെഷ്യലി 131 മൂവി എന്ന് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും ലൈക്ക് അച്യുത് കുമാറിന്റെ ആ ഒരു സ്പെഷ്യൽ റോളിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ലൈക്ക് ഹി വുഡ് എനി റോൾ ഗിവ് ടു ഹിം, ഹി വിൽ excel in that particular role. If it is comedy, if it is fun, like emotional, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള anything is safe in his hands. Especially പിന്നെ ശിവനയുടെ that look, it's a reminding of ജോഗി റോൾ ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ ജോഗിയിലെ ശിവനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വി റിയാക്റ്റഡ്. പക്ഷെ ഇപ്പൊ അവൈലബിൾ അല്ല ഇൻ അവർ ചാനൽ ബിക്കോസ് ദാറ്റ് ഇസ് റിമൂവ്ഡ് ഡ്യൂ ടു കോപ്പിറൈറ്റ് ഇഷ്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു ലുക്കില് ഒരു ഹീസ് ആക്ച്വലി ഒരു ക്രിമിനൽ ലുക്കാണ് ഉള്ളത്. പക്ഷെ ഈസ് ഇന്നസെന്റ് ഗൈ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലും ഏകദേശം പക്ഷെ ഇന്നസെൻസ് ഒന്നും സംഭവം ഒന്നും കാണിക്കുന്നില്ല, ഒരു ക്രിമിനൽ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈസ് വെരി ഡേഞ്ചറസ് എന്നും കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ടാൽ തന്നെ പേടിയാവുന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇത് ഈ ഒരു സീൻ കാണുന്നത് എനിക്ക് കൂടുതലും ഗോസ്റ്റ് മൂവിയുടെ ഒരു ഇതാ വന്നത്, സിമിലാരിറ്റി വന്നത്. കാരണം വെച്ചാൽ അതിന്റെ അകത്ത് ഇതുപോലെ ആള് ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് കുറെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ. സോ ആ ഒരു കാരണം അതുകൊണ്ടാണല്ലേ ഗോസ്റ്റ് എന്നുള്ള പേരാണ്. അപ്പൊ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റി വേണമെങ്കിൽ അറിയില്ല എന്താ. പക്ഷെ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഗോസ്റ്റിന്റെ ഓൾറെഡി ഡയറക്ടർ ശ്രീനി വേറൊരു പടം ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ. ഇന്നലെ പോസ്റ്റർ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെയാണ്. ആൻഡ് സ്പെഷ്യലി ആ ഒരു നമ്മൾ പറയില്ല ഒരു വാണ്ടഡ് കൈൻഡ് ഓഫ് ഒരു സംഭവം തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോ ഒരിക്കലും എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ഫുള്ളി ഫോം ആയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതർവൈസ് ഇവിടെ റിലീസ്ഡ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു അനൗൺസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ഓൾസോ നോട്ട് റിവീൽഡ്. മൂന്ന് ക്യാരക്ടറേ ഉള്ളൂ ഇപ്പൊ, ശിവണ്ണ, അച്യുത് കുമാർ, പിന്നെ സിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പെർഫെക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം കാണിക്കുന്ന സമയത്തും ദാറ്റ് വി ആർ ഓൾസോ ഹാവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ഹൗവർ ദ പോലീസ് പേഴ്സൺ വാസ് ലൈക്ക് ഇൻ എ ടെൻഷൻ. ആ ഒരു ടെൻഷൻ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിൽ വെയിറ്റ് ആൻഡ് വാച്ച്, വിൽ സീ അനദർ വീഡിയോ.